എടാ നമ്മുടെ ഫേസ്ബുക്കിൽ അന്തിച്ചർച്ച മുഴുവൻ ഇപ്പോൾ ശില്പേനെ കുറിച്ചിട്ടാണ്. വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ എന്ന് അവകാശപ്പെടുന്ന ഒരു അക്കൗണ്ടാണ് ഈ ശില്പ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശില്പ എന്ന അക്കൗണ്ടിൽ ചാറ്റ് ചെയ്ത് കുറേ പേരുടെ പൈസ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്ക് മുഴുവൻ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ ആറാട്ടണ്ണന്റെ പഴയ ഒരു ശില്പ എന്റെ ഒരു സഹോദരിയെ പോലെയാണെന്നുള്ള ഒരു പോസ്റ്റൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും അറിഞ്ഞുകൂടാതെ ഊരും പേരൊന്നും അറിഞ്ഞുകൂടാതെ QR കോഡ് സ്കാൻ കിട്ടിയിട്ട് അതിൽ തന്നെ സ്കാൻ ചെയ്ത് 2000, 3000, 80,000 ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ഒരു അക്കൗണ്ടിന്റെ പിന്നിൽ മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് തന്നെ ഓൾറെഡി തന്നെ കുറെ പേര് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതൊരു ഫേക്ക് അക്കൗണ്ടാണ്. കാരണം ഈ അക്കൗണ്ട് ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടാണ്. പക്ഷേ ഇപ്പം ആ അക്കൗണ്ട് നിലവിലില്ല, ഇനാക്ടിവേറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഊരും പേരൊന്നും അറിയാതെ യാതൊരു പെൺകുട്ടി ചാറ്റ് ചെയ്ത് കുറേ മണ്ടന്മാർ കൊണ്ടുവന്ന് കാശ് എന്തിനാണ് കൊടുത്തതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. ഇതേപോലത്തെ ഒരു പരിപാടിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ നോക്കിയപ്പോൾ പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഏകദേശം 12,000-ഓളം പേര് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ 5 കിലോ അരി മേടിച്ചു കൊടുക്കാനുള്ള പൈസ മുഴുവനും. ഇതിനു മുമ്പ് നമ്മുടെ തമിഴ്നാട്ടിൽ അറോറ, അതായത് ബെരുണക്കാന്നൊക്കെ വിളിക്കുന്ന അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ 6,000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് വന്നത് ഭയങ്കര വാർത്തയായിരുന്നു. ഇപ്പൊ കേരളത്തിലും ഇതേപോലത്തെ കോമാളികളെ കണ്ടുകൊണ്ട് വരികയാണ്.